ഏവർക്കും PSC ഹെൽപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് LGS 2025 പാലക്കാട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ റൊട്ടേഷൻ ചാർട്ടാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. LGSന്റെ പാലക്കാട് ജില്ലയിലെ ഇപ്പോഴത്തെ, അതായത് 10/8/2025 അഡ്വൈസിന്റെ നില ഇതാണ്. അവസാനമായി അഡ്വൈസ് പോയിട്ടുള്ളത് 19/7/2025 അതുപോലെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 630 ആണ്. അതിൽ 565 വരെയാണ് ഓപ്പൺ കാറ്റഗറിക്ക് പോയിട്ടുള്ളത്. മറ്റുള്ള കാറ്റഗറിയിൽ ഓരോന്നും എത്രയൊക്കെയാണ് പോയിട്ടുള്ളതെന്ന് ഈ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയി സ്റ്റാറ്റസ് ഓഫ് അഡ്വൈസ് എന്ന വിഭാഗത്തിൽ പോയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ അവസാനത്തെ അഡ്വൈസ് 19/7/2025 പോയ അഡ്വൈസ് ആണ് ഇത്. അതായത് 30/6/2025 മുതൽ 14/7/2025 വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വേക്കൻസികൾക്കാണ് അഡ്വൈസ് ഇതുവരെ പോയിട്ടുള്ളത്. അതായത് ഇത് 18/7/2025 പുതിയ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് 17-ാം തീയതി വരെ, 14 കഴിഞ്ഞാൽ 15, 16, 17 തീയതികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ അഡ്വൈസ് പോയിട്ടുള്ള ഒഴിവുകൾ അഡ്വൈസ് ലിസ്റ്റ് PSCയുടെ സൈറ്റിൽ വരാനുണ്ട്. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റൊട്ടേഷൻ ചാർട്ടിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ടേണുകൾ മാറുകയും അതുപോലെ TPOകളുടെ സ്റ്റാറ്റസുകളും ചെറിയ രീതിയിൽ മാറാൻ സാധ്യതയുണ്ട്. ഇതിൽ മൊത്തത്തിൽ 16 ഒഴിവുകളാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 5 NJDയും 21 അങ്ങനെ 5 NJDയും 16 ഫ്രഷ് അടക്കം 21, 16 അല്ല 21 ടോട്ടൽ അഡ്വൈസുകൾ പോയിട്ടുള്ളത്. ഇതിന്റെ അവസാന നില പരിശോധിക്കുകയാണെങ്കിൽ അവസാനത്തെ ടേൺ പോയിരിക്കുന്നത് 15 ഓപ്പൺ കാറ്റഗറിയാണ്. അതുകൊണ്ട് നമ്മുടെ പുതിയ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുക 16 എന്ന ടേണിലായിരിക്കും. അതുപോലെ 13 TPOകൾ പെൻഡിംഗ് ഉണ്ട്. അതായത് OBC, ST, SLC ഇത്രയും 13 TPOകളും പെൻഡിംഗ് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി പുതിയ അഡ്വൈസ് ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്ക് ആ രീതിയിൽ അതിന്റെ അപ്ഡേറ്റ്സ് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരിട്ട് റൊട്ടേഷൻ ചാർട്ടിലേക്ക് വരാം. ഈ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് 10/8/2025 അതായത് 10/8/2025 വരെ PSCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അഡ്വൈസ് ലിസ്റ്റുകളുടെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി 10/8/25 ശേഷം ഏതെങ്കിലും അഡ്വൈസുകൾ പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോകാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ TPOകൾ മാറും. അതിനനുസരിച്ച് റൊട്ടേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരും. എന്നാലും ഏകദേശം റാങ്കുകൾ കൂടുതലുള്ള ആൾക്കാർക്ക് അവരുടെ റാങ്ക് ഏകദേശം എന്ന് വരും എന്നുള്ളത് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി ഈ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഉപകാരപ്പെടും. ഇനി നമുക്ക് നമ്മുടെ റൊട്ടേഷൻ ചാർട്ടിനെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കോളത്തിലാണ് നമ്മൾ റൊട്ടേഷൻ ചാർട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ റാങ്ക് വരുന്നത്. ഇതാണ് നമ്മുടെ റൊട്ടേഷൻ. അതുപോലെ രണ്ടാമത്തെ കോളത്തിലാണ് ഏത് റൊട്ടേഷൻ പ്രകാരമാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 90 OBC, അതായത് 90ാമത്തെ ടേണിൽ OBCക്കുള്ളതാണ് ഈ റൊട്ടേഷൻ. അത് മെയിൻ ലിസ്റ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ വിഷ്ണു കെയുടെ റാങ്ക് ലിസ്റ്റ് പ്രകാരം 12 പക്ഷെ 90 OBC നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ TPO ഉള്ളത് കൊണ്ട് ആ TPO ആണ് ഫസ്റ്റ് എടുക്കുക. 90 OBC, 92, 94, 96, 98 ഇതെല്ലാം നമ്മുടെ ടേണുകൾ TPOയിൽ നിന്ന് വന്ന ടേണുകളാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഉള്ള നമ്മുടെ ടേണുകൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ ഇത് മെയിൻ ലിസ്റ്റിൽ നിന്നാണോ സപ്ലൈ ലിസ്റ്റിൽ നിന്നാണോ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. സപ്ലൈ ലിസ്റ്റിൽ നിന്നാണെങ്കിൽ അത് നമ്മൾ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 92 ST നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ആളില്ലാത്തതിനാൽ ആദ്യത്തെ ST കാൻഡിഡേറ്റ് തന്നെ സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ DA നമ്മുടെ ഡിഫറെന്റ്ലി ഏബിൾഡിനുള്ള HI കാറ്റഗറി അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരില്ലാത്തതിനാൽ സപ്ലൈ ലിസ്റ്റിൽ നിന്നുമാണ് വരുന്നത്. അതുപോലെ രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഡിഫറെന്റ്ലി ഏബിൾഡിനുള്ള ടേണുകൾ നമ്മൾ പ്രത്യേകം യെല്ലോ കളറിലും കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൊട്ടേഷൻ നോക്കാം.
ഈ റൊട്ടേഷൻ ചാർട്ടിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിൽ LCയിലും ആൾക്കാർ കുറവാണ്. LC 200 ആയപ്പോഴേക്കും സപ്ലൈ ലിസ്റ്റിൽ നിന്ന് ഓൾമോസ്റ്റ് 7 ആൾക്കാർ വരെ പോയിട്ടുണ്ട്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ ആൾക്കാർക്കും ജോലി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് മുഴുവൻ ആൾക്കാർക്കും ജോലി കിട്ടണമെങ്കിൽ എത്രത്തോളം റൊട്ടേഷൻ വരണം, അങ്ങനെ വരുമ്പോൾ നമ്മുടെ സപ്ലൈ ലിസ്റ്റിൽ നിന്നും ഏതൊക്കെ ആൾക്കാർക്ക് ഏതൊക്കെ കാറ്റഗറിക്ക് ജോലി കിട്ടും എന്നുള്ളതാണ്. ഇതിലൂടെ നമ്മൾ മൊത്തത്തിൽ റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിലെ എല്ലാവർക്കും കൂടിയുള്ള റൊട്ടേഷനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ നിന്നും മുഴുവൻ ആളുകളും എടുത്തു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് റദ്ദാവുന്നതാണ്. പിന്നീട് ഒഴിവുണ്ടെങ്കിൽ പോലും സപ്ലൈ ലിസ്റ്റിൽ നിന്നും ആൾക്കാരെ എടുക്കുകയില്ല.
724 ആയപ്പോഴേക്കും EWSന്റെ 15ാമത്തെ സപ്ലി എന്നാണ് പോയിരിക്കുന്നത്. ഏകദേശം നമ്മുടെ റൊട്ടേഷൻ ചാർട്ട് കഴിയാറായി. ഓൾമോസ്റ്റ് 775 റൊട്ടേഷൻ, അതായത് 775 ഒഴിവുകൾ വരികയാണെങ്കിലാണ് നമ്മുടെ അവസാനത്തെ ആൾ 618ാമത്തെ ആള് ജോലി കിട്ടുക. അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിലെ അവസാനത്തെ ആൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഏകദേശം 775 ഒഴിവുകൾ വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ എഴുതി ചോദിക്കുക. നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.